ഏവർക്കും നമസ്കാരം. ഓം മാത്രേ നമ. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച്, സ്വാർത്ഥമായൊരു പ്രാർത്ഥനയാണ്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മനസ്സൊന്ന് പരബ്രഹ്മത്തിൽ ഒന്ന് ഉറപ്പിച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി. ഇപ്പോൾ ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് വളരെ ദിവ്യമായ ഒരു നിശബ്ദതയാണ്. ഈ ഒരു നിശബ്ദത അന്വേഷിച്ച് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജ്ഞാനാന്വേഷികളും സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. അത് സൂഫിസമാകട്ടെ, അല്ല മറ്റേതെങ്കിലും വഴിത്താരകളിലൂടെ നടന്ന പൂർവ്വസൂരികളാകട്ടെ, ഏറ്റവും ഒടുവിൽ നമുക്ക് അവർ വച്ച് നീട്ടുന്ന ഏറ്റവും ദിവ്യമായ പ്രസാദം എന്ന് പറയുന്നത് ഈ ദിവ്യമായ നിശബ്ദതയാണ്. ഈ ഒരു ദിവ്യമായ നിശബ്ദത തന്നെയാണ് ശിവം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ശിവോഹം ശിവോഹം എന്ന് നമ്മൾ ഉള്ളിൽ എപ്പോഴാണോ ആമന്ത്രിതരാകുന്നത്, ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ ധന്യമാകുന്നത്. അപ്പോൾ ഈ നിമിഷത്തിൻ്റെ ഒരു സാധൂകരണത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് അറിഞ്ഞോ അറിയാതെയോ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും മുഴുകിയിരിക്കുന്നത്. അതുതന്നെയാണ് വിശ്വകർത്താവിൻ്റെ പ്രപഞ്ച ലീല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ പ്രപഞ്ച ലീലയ്ക്ക് ഉള്ള ഒരു മുന്നൊരുക്കമായിട്ട് നടത്തുന്ന ഒരു പ്രപഞ്ച ലീലാ നടനമാണ് നമ്മുടെ ചുറ്റായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ ചലനങ്ങളും. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നിസ്സാരമാകട്ടെ സാരമാകട്ടെ, ഓരോ നിമിഷവും അറിഞ്ഞും അറിയാതെയും നമ്മൾ ഓരോരുത്തരും ആ പ്രപഞ്ച നടനത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ആ വിശ്വരൂപിയായിട്ടുള്ള വിശ്വഗുരുവിനെ നമ്മൾ നമസ്കരിക്കുന്നു, തിരിച്ചറിയുന്നു. ഇപ്പോൾ ഈ ഒരു യാത്രയിൽ ഓരോരുത്തർക്കും കിട്ടുന്ന വേഷങ്ങൾ വ്യത്യസ്തമാണ്. ഈ ഉള്ളവന് കിട്ടിയ വേഷം, നിരവധി വേഷങ്ങൾ ആടിത്തുടങ്ങി എവിടെ ചെന്നെത്തും എന്നുള്ള ധാരണകളില്ലാത്ത ഒരു പോക്കാണിപ്പോൾ. ഒഴിഞ്ഞൊരു വഞ്ചിയായി ഇങ്ങനെ ഒഴുകുമ്പോൾ എവിടെയോ തുടങ്ങിയ ചില ആഗ്രഹങ്ങൾ, ചില ദർശനങ്ങൾ, ചില കാഴ്ചകൾ, ചില പഴമൊഴികൾ, പഴഞ്ചിന്തകൾ, അതിലേറ്റവും കൂടുതൽ എനിക്ക് സമ്മാനം ആയി തന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന പലരും എന്നോട് ചോദിച്ചു, വളരെയേറെ ക്ഷീണിച്ചിരിക്കുന്നു. ശരിയാണ്, ആത്മീയ അന്വേഷണത്തിലൂടെ മുമ്പിലേക്ക് പോകുമ്പോഴും മുമ്പിൽ വന്നു നിൽക്കുന്ന ഏറ്റവും ഹാർഡായുള്ള ഒരു റിയാലിറ്റി, ഏറ്റവും വ്യസനിപ്പിക്കുന്ന ആ ഒരു ചിന്ത, അത് എത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകുമെന്നോ അതെവിടെ കൊണ്ടെത്തിക്കുമെന്നോ എനിക്കറിയില്ല. ഒരുപക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയോട് പറഞ്ഞതുപോലെ ഏറ്റവും പ്രയാസം അനുഭവിച്ച ഒരുപാട് കാലങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി, നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ജന്മം ഞാൻ തരാം എന്ന് പറയുമ്പോൾ കുന്തിദേവി പറയുന്നുണ്ട്, എനിക്ക് ദുഃഖം മാത്രം മതി കൃഷ്ണ, കാരണം എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അസ്തിത്വമായ ദുഃഖം, അത് ഏറ്റവും നിർമ്മമമായിട്ടുള്ള ആ സ്നേഹത്തിലേക്ക്, ആ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോഴുള്ളൂ. അപ്പോൾ അമ്മ പകർന്നു തന്ന കോൽത്തിരിവട്ടങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ ചില ദീപങ്ങൾ കൊളുത്താൻ കഴിയുന്നു എന്ന് ഓരോരുത്തരായി പറയുമ്പോൾ അതിനേക്കാൾ മികച്ച ധന്യത മറ്റൊന്നില്ല. അപ്പോൾ അതിങ്ങനെ മുമ്പിലേക്ക് പോകുന്നു. നമ്മുടെ ചാനൽ ഏതാണ്ട് 1,00,000 എന്ന് പറയുന്നൊരു മാന്ത്രിക സംഖ്യയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 98,000 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും മുന്നിലേക്ക് പോകുന്നു. ഈ ഒരു ദിവ്യമായ സന്നിധിയെക്കുറിച്ച് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ കിനാവുകളിൽ കാണുകയും ചെയ്തിട്ടുണ്ട് സൂര്യകാലടി മന. മനയുടെ ഈ രൂപമല്ല, നമ്മുടെ മനസ്സിലുണ്ടായ ചില ചിന്തകൾ. അപ്പോൾ ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് അറിയില്ല ഏത് തരത്തിലുള്ള പെരും പുണ്യങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നാലും ഈ ഒരു നിമിഷം ഇന്ന് ഇവിടെ സാർത്ഥകമാക്കിയത് പ്രിയ സഹോദരി ശ്രീ ടിറ്റി വർഗീസ്, ഡോക്ടർ ടിറ്റി വർഗീസ്, നമ്മുടെ പ്രിയപ്പെട്ട തെരേസ മാം, പുള്ളിക്കാരുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്ന് ഈ നിമിഷം ഇരിക്കാൻ സാധിക്കുന്നത് മുൻപേ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതങ്ങളില്ല. പകരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണുകളിൽ കാണുന്ന നിഷ്കളങ്കമായിട്ടുള്ള ഒരു അമ്പരപ്പ് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യാത്ര തുടരണം. മഹത്തായ സന്നിധിയിൽ ദിവ്യമായിട്ടുള്ള ഒരുപാട് അദൃശ്യ സാന്നിധ്യങ്ങളുടെ സുഗന്ധവും അതുപോലെ തന്നെ അവരുടെ പെരുമയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഈ യാത്ര തുടരട്ടെ.
ഏവർക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മംഗളങ്ങൾ നേരുന്നു. ഈ നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദര പ്രണാമം. നന്ദി. നമസ്തേ.